കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം. അല്ല, ഇന്നലെ CM ഡൽഹിക്ക് പോകുന്നു, CM പ്രധാനമന്ത്രിയെ കാണുന്നു, പിന്നാലെ റെയ്ഡ് എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ട് എന്നുള്ളതാണ്. ഇപ്പം CM-ന് പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരാവശ്യമായ കാര്യമല്ല, കേരളത്തിൻ്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെൻറ് നടപടികളുടെ ഭാഗമല്ലേ. അത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അത് എന്താണ് ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിൻ്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പം നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് BJP വിരുദ്ധ നേതാക്കൾ അറ്റാക്ക് ചെയ്യുന്ന സമീപനം ദേശവ്യാപകമായിട്ടുണ്ട്. അത് നേരത്തെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളും അല്ല, ഇവിടെ ഇപ്പം ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJP-യും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട. അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPM-ഉം BJP-യും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പൊ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയേണ്ടത്. ഞാൻ ഇവര് പറഞ്ഞിട്ട് പറയാം. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കുറച്ച് സ്വർണം കാണാനില്ല എന്ന് പറഞ്ഞ ഒരു റിപ്പോർട്ട് DGP സർക്കാരിന് നൽകിയതായിട്ട്. റിപ്പോർട്ട് ഇപ്പോഴേ കൊടുത്തതല്ല, 6 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തതാണ്. ആ റിപ്പോർട്ടിൽ നടപടികളൊക്കെ സ്വീകരിക്കേണ്ട അവിടെ ഒരു കമ്മിറ്റിയുണ്ട്. അപ്പം രാവിലെ ദേവസ്വം വകുപ്പ് മന്ത്രി ഞാനുമായി സംസാരിച്ചു. അവരാണ് മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത്. അദ്ദേഹം നിങ്ങളോട് വിശദീകരിക്കും.